നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി എന്തും നഷ്ടപ്പെടുത്താൻ യഥാർത്ഥത്തിൽ തയ്യാറാണോ? ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ അത്യാവശ്യമായി എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി എന്ത് കാര്യം വേണമെങ്കിലും സഹിക്കാനും ക്ഷമിക്കാനും ഉപേക്ഷിക്കുവാനും തയ്യാറാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രണയബന്ധത്തിൽ വളരെയധികം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയ പുതിയ തുടക്കങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടി ഈ വ്യക്തി ഓരോ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏഞ്ചൽസ്, മാലാഖമാർ പറയുന്നത് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലചക്രം വരികയാണെന്നുമാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് കാണുന്ന സ്വപ്നമെല്ലാം സത്യമാകാൻ പോകുന്നു എന്നാണ് ആർക്കേഞ്ചൽ ജോഫിയൽ മാലാഖ നിങ്ങളോട് പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി സത്യസന്ധമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളില്ലാതെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഈ വ്യക്തി ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറുവാൻ ഈ വ്യക്തി വളരെയധികം താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന സംശയങ്ങളായിക്കോട്ടെ, ചോദ്യങ്ങളായിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, എല്ലാം വളരെയധികം മനസ്സമാധാനത്തോടുകൂടി കേട്ടു നിൽക്കുവാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. പണ്ടത്തേതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ 100-ൽ 90% വിവാഹത്തിന് ഒരുങ്ങുന്നവരായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് പറന്നുയരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ ക്ലിയർ ആക്കുന്നുണ്ട്. മാനസികപരമായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ വളരെയധികം വ്യക്തമാക്കിക്കൊണ്ടും സ്പഷ്ടമാക്കിക്കൊണ്ടും മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും മാറിപ്പോയപ്പോൾ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ
ഈ വ്യക്തി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്ത് കാര്യത്തോടും പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും എന്ത് കാര്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് സമാധാനപരമായി ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകുവാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പുതുമയുണ്ടാക്കിയെടുക്കണമെന്നും നിങ്ങളുമായി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതൊക്കെ അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്, തിരിച്ചറിയുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഈ വ്യക്തി എന്ത് നേടി എന്നുള്ള കാര്യത്തിനെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയോ, എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോസിറ്റീവ് എനർജി ഉണർത്താനാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അത് മാത്രമാണ് ഈ വ്യക്തിയുടെ താല്പര്യം എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ അണപൊട്ടൊഴുകുന്ന സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാനും വെളിപ്പെടുത്തുവാനുമാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളിൽ നിന്നും ഈ വ്യക്തി അകന്നു പോയപ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ആദ്യമൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആ സന്തോഷം മാറി മാറി ദുഃഖത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. തനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നുള്ള, അതായത് ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ചെന്ന് എത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് നിങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, വാക്ക് തർക്കത്തിന് നിന്നത്, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചത്, ഈ പ്രണയബന്ധം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്, നിങ്ങളുടെ മനസാക്ഷിയില്ലാതെ എന്തുകൊണ്ട് പെരുമാറി എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ഓരോ ചോദ്യവും ഒരു മൂർച്ചയേറിയ വാളിന് തുല്യമായിരുന്നു. അത് ഈ വ്യക്തിയുടെ ഹൃദയത്തെ കീറിമുറിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പരിശുദ്ധത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ എന്നേക്കുമായി സ്വന്തമാക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ കൈപിടിച്ച് ഉയർത്തി നിൽക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കലാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ വളരെ പോസിറ്റിവിറ്റിയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സർവ്വ ദൈവങ്ങളോടും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി എന്തും നഷ്ടപ്പെടുത്താനും തയ്യാറാണ്. നിങ്ങളിലെ പരിശുദ്ധതയും സ്നേഹവുമാണ് ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.